ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 56:1 വായിക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഫെലിസ്ത്യർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ശത്രുവിൽ നിന്നും വിടുതലിനായുള്ള അപേക്ഷയും തുടർന്ന് ദൈവത്തിലുള്ള തൻ്റെ ആശ്രയത്തെയും വിളിച്ചറിയിക്കുന്ന സങ്കീർത്തനമാണിത്. ദാവീദ് പലപ്പോഴും വലിയ അപകടാവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അസൂയ പൂണ്ട ശൗൽ രാജാവ് തനിക്ക് പ്രാണഹാനി വരുത്തുവാൻ ശ്രമിക്കുകയും ഫെലിസ്ത്യർ പോലെയുള്ള മറ്റ് ശത്രുക്കളിൽ നിന്ന് താൻ നിരന്തരം ഭീഷണി നേരിടേണ്ടി വരികയും ചെയ്തു. കർത്താവിനല്ലാതെ മറ്റാർക്കും തന്നെ വിടുവിക്കുവാൻ കഴിയുകയില്ല എന്ന സത്യം ദാവീദ് മനസ്സിലാക്കി. അവൻ ദൈവത്തോട് നിലവിളിക്കുന്നു. താൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും ഭയപ്പെടുകയില്ല എന്നും ദാവീദ് പറയുന്നു. ജഡരക്തങ്ങൾക്ക് തനിക്കെതിരെ ജയിക്കുവാൻ കഴിയുകയില്ല എന്നും താൻ പ്രസ്താവിക്കുന്നു. തനിക്കെതിരെ തിന്മയ്ക്കായി ചിന്തിക്കുന്നവർ, തൻ്റെ വാക്കുകളെ കോട്ടിക്കളയുന്നവർ, കൂട്ടം കൂടി ഒളിച്ചിരുന്ന് തൻ്റെ പ്രാണനായി പതിയിരിക്കുന്നവർ, താൻ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ തൻ്റെ ശത്രുക്കൾ പിന്തിരിയുമെന്നും കർത്താവ് തനിക്ക് അനുകൂലമാണെന്നും തനിക്കറിയാമെന്നും ദാവീദ് പ്രഖ്യാപിക്കുന്നു. പ്രിയ ദൈവപൈതലേ, കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട നിനക്കും ദാവീദ് അനുഭവിക്കുന്നത് പോലെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഓർക്കുക, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആരൊക്കെ നമുക്കെതിരെ എന്തെല്ലാം പ്രവർത്തിച്ചാലും പകരത്തിനു പകരം ചെയ്യാതെ നമുക്ക് അനുകൂലനായ കർത്താവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് അവനോട് നിലവിളിച്ചാൽ ശത്രുക്കൾ പിന്തിരിഞ്ഞു പോകുക തന്നെ ചെയ്യും. വിശ്വസിക്കുക, ഭയപ്പെടരുത്, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രാർത്ഥിക്കാം. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു, അവർ ഇടപെടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us all.